ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇതെന്താണ് ഈ മരുന്നിൻ്റെ കവറൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു. എനിക്കും എൻ്റെ ജംഷിയാക്കും ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പനി വന്നിട്ട് ആകെ അവശയായിപ്പോയി. ഒരാഴ്ചത്തോളം നമ്മൾ ഭയങ്കര മല്ലിട തന്നെ എന്ന് പറയാം. കാരണം നമുക്ക് ഒരു കൊറോണ വന്നില്ലായിരുന്നു. കൊറോണ വന്ന ആ ഒരു ചെറിയൊരു മിനി കൊറോണ തന്നെ വന്നതെന്ന് പറയാം. അത്രയും ഡേഞ്ചറായിരുന്നു. തീരെ വയ്യായിരുന്നു. നമുക്ക് വയ്യാഞ്ഞിട്ട് ഇതാ വണ്ടിയൊന്നും എടുക്കാതാണ് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്. ഓട്ടോ വിളിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലായി ഇക്ര ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ പോയത് നമ്മളെ അവിടെ എമർജൻസി വാർഡിലാണ് കേട്ടോ കാണിക്കുന്നത്. മറ്റേത് OP ടിക്കറ്റൊന്നും എടുത്ത് നിൽക്കാനുള്ള ആ ഒരു ആരോഗ്യമൊന്നും ഇല്ല, അത്രയും ടൈമൊന്നും ഇരിക്കാനുള്ള. അങ്ങനെ അവിടുത്തെ ഡോക്ടർ നല്ല രീതിയിൽ തന്നെ കേട്ടോ പരിശോധന കുറേ നല്ല ഇതിൽ പരിശോധനയൊക്കെ നടത്തി. പക്ഷേ ഒരുപാട് ലിസ്റ്റ് തന്ന് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലഡ്. അപ്പോൾ ജംഷിയാക്ക് എന്തായാലും അവിടെ ഇരിക്കാനുള്ള ഒരു ഇതുമില്ല. അങ്ങനെ കുറച്ച് മരുന്നൊക്കെ തന്നിരുന്നു. അത് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ പോന്നു. അല്ലാതെ ആ ടെസ്റ്റൊക്കെ പനി ഒന്ന് സമാധാനമാവട്ടെ എന്നിട്ട് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടേനു. അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മിനി കൊറോണ തന്നെയാണ്. നമുക്ക് ആ കൊറോണയിൽ അനുഭവപ്പെട്ട അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. വായു കയ്പ്പ്, തലകറക്കം, കണ്ണ് വേദന, അങ്ങനെ എല്ലാം ആയിട്ട് എന്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അത്രയും ഈ പനി എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റ് എടുക്കലാണ് മെയിന്. പ്രത്യേകിച്ച് ഗുളികകളൊന്നുമില്ല. പക്ഷേ എല്ലാ ടെസ്റ്റും ചെയ്യുന്നത് നല്ലതാണ്. പല പനി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഡെങ്കിപ്പനിയായിട്ടോ വേറെ എന്തൊക്കെയോ ഒരു പനികളൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്നതാണ് വേഗം ആ മരുന്നൊക്കെ മേടിച്ചിട്ട്. പക്ഷേ വീട്ടിലെത്തിയിട്ടും നല്ല പനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഈ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജംഷിയാൻ്റെ കിടത്തം കണ്ടിട്ട് എൻ്റേതൊക്കെ ഒന്നല്ലാന്ന് തോന്നിപ്പോകണ ഒരു ഇതായിരുന്നു. അങ്ങനെ ഞാനും കൂടി കിടന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടില്ല, നമ്മൾ രണ്ടാളും കഷ്ടപ്പെടും. അപ്പം ഞാനൊരു എണീറ്റ് ബ്രെഡും ചായയൊക്കെ ഇങ്ങനെ ജംഷിയാനെ നിർബന്ധിക്കുകയാണ് കഴിക്കാൻ. പിന്നെ മോള് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് രണ്ടാൾക്കും എന്തൊക്കെയോ ഉണ്ടാക്കി, ചിക്കൻ കറിയോ പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കി അവൾ തന്നെ ഓളെ കഴിയണാൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. എനിക്ക് വയ്യ, എന്നാലും അവളൊറ്റക്ക് ഇട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അവർക്ക് ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ രണ്ടാളും എന്തായാലും തിന്നില്ല. പിറ്റേന്ന് ഇതാ പത്തിരിയൊക്കെ നല്ലോണം ചുട്ടൊക്കെ വെച്ചിട്ട് ആൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ, മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ പോണ ആ ഒരു ഇതിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. വീഡിയോ എടുക്കുമ്പോൾ അവൾ അറിഞ്ഞില്ല സംഭവം ഞാൻ എടുത്തത്. ഇതേപോലെ ഡാൻസ് ഉണ്ടാവും പോവാൻ നേരത്ത്. അപ്പോൾ നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി ടേബിൾ മേൽ വെച്ചിട്ടാണ് ആൾ പോണ്. പക്ഷെ നമുക്ക് കഴിക്കാൻ കഴിയില്ല, വയറ് കാണുന്നുണ്ട്, പക്ഷെ ഫുഡ് കഴിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ അവിടുത്തെ ബേപ്പൂർ ഹെൽത്ത് സെൻ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും പറഞ്ഞു അവിടെയാണ് പനിക്ക് നല്ലത്. പിന്നെ എല്ലാവരും പേടിപ്പിച്ച് മഞ്ഞപ്പിത്തം ഒക്കെ ഉള്ളതാണ്, അപ്പോൾ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടോ. എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മളിവിടെ വന്നപ്പോൾ അത്ര ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ജനം എന്ന് പറഞ്ഞാൽ അത്ര അധികം ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തോ ഒരു ഇതിൽ പിന്നെ നമുക്ക് പനി അധികമാണെന്ന് പറഞ്ഞപ്പോൾ വേഗം അവിടെ ഉള്ളവർ പറഞ്ഞ് നിങ്ങൾ കാണിച്ചോളി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുപോലെ അവിടെ നിന്നും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ ആൾ കുറവായതിനെക്കൊണ്ട് പെട്ടെന്ന് നമ്മളെ തന്നെ വേഗം ഒരു ഇതാക്കാണ് കേട്ടോ. അത്രയും പനി ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ വേറെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തന്നെ വേഗം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച്. അപ്പോൾ മാഷാഅല്ലാഹ് അതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എല്ലാ ടെസ്റ്റും ചെയ്ത് മഞ്ഞപ്പിത്തം പിന്നെ ഡെങ്കിപ്പനി അങ്ങനെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു, കൗണ്ടിങ് അതൊക്കെ നോക്കി ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് പനി കാര്യങ്ങളൊക്കെ വന്നാൽ 2 ദിവസമൊക്കെ നോക്കാം. പിന്നെ 3-ാമത്തെ ദിവസം അധികം പനിക്കുകയാണെങ്കിൽ വേഗം പോയി കാണിക്കുക, ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം കേട്ടോ. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, അത്ര തന്നെ.